ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ടത്തിലെ ചോദ്യപേപ്പറിൻ്റെ ചില ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഹാൻകാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഏതാണ്? സാഹിത്യ നൊബേൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ഹാൻകാങ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സാഹിത്യ നൊബേൽ നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയുമാണ് ഹാൻകാങ്. ദി വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദി വെജിറ്റേറിയൻ എന്നത് ഹാൻകാങ്ങിൻ്റെ പുസ്തകമാണെന്ന് ഓർത്തിരിക്കുക. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. ദി വൈറ്റ് ബുക്കും ദി വെജിറ്റേറിയനും ഓർത്തിരിക്കുക. ദി വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ്. നാലും തന്നെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാം ശരിയാണ്. നോക്കാം. 2024 സാഹിത്യ നൊബേൽ ലഭിച്ചത് ഹാൻകാങ്ങിനാണ്. ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻകാങ്. ഓക്കെ, അവരുടെ മറ്റ് കൃതികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. കൃതികൾ ഏതൊക്കെയാണ്? ബേബി ബുദ്ധ, മംഗോളിയൻ മാർക്ക്, വൈറ്റ് ബുക്ക്, ദി വെജിറ്റേറിയൻ എന്നത്. ഇത് രണ്ടും തന്നെ നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതുകൂടെ ഓർത്ത് വെക്കുക. ബേബി ബുദ്ധ, മംഗോളിയൻ മാർക്ക്, വൈറ്റ് ബുക്ക്, ദി വെജിറ്റേറിയൻ. ഓക്കെ, ഇത് നാലും തന്നെ ഹാൻകാങ്ങിൻ്റെ പുസ്തകങ്ങളാണ് അല്ലെങ്കിൽ കൃതികളാണ് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി. എഴുത്തച്ഛൻ പുരസ്കാരം 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. NS മാധവൻ. വയലാർ അവാർഡ് 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ് എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്ക്. കേരള ജ്യോതി പുരസ്കാരം MK സാനുവിനുമാണ് ലഭിച്ചിട്ടുള്ളത്. ഓടക്കുഴൽ അവാർഡ് ഗോപി കൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത്. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് ഗോപി കൃഷ്ണനാണ്. അപ്പോൾ നമ്മളോട് തെറ്റായത് ചോദിച്ചു. 4 മാത്രമാണ് തെറ്റ്. നോക്കാം. ഓടക്കുഴൽ പുരസ്കാരം അല്ലെങ്കിൽ ഓടക്കുഴൽ അവാർഡ് 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണനാണ് 2023 ഓടക്കുഴൽ പുരസ്കാര ജേതാവ്. അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള കവിത ഒരു മാംസഭോജിയാണ്. എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് കേട്ടോ. 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് PN ഗോപികൃഷ്ണന് ലഭിച്ചത്. ഓക്കെ, 2023 53ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് ലഭിച്ചത്. അത് PN ഗോപികൃഷ്ണനാണ് ലഭിച്ചിട്ടുള്ളത്. കൃതി ഏതാണ്? കവിത മാംസഭോജിയാണ് എന്നത്. 53ാമത് ഓടക്കുഴൽ അവാർഡാണ് 2023 കിട്ടിയിട്ടുള്ളത്. ഇനി 2022 നോക്കുകയാണെങ്കിൽ 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ്? അംബികാസുധൻ മാങ്ങാട്. പ്രാണവായു എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരത്തിനാണ് 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. പ്രാണവായു എന്നതാണ് കൃതി. ഇനി 2021 കൂടി നമുക്കൊന്ന് നോക്കി വെക്കാം. 2021 51ാമത് ഓടക്കുഴൽ പുരസ്കാരമാണ്. 2021 51ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് സാറാ ജോസഫ്. കൃതി ബുദ്ധിനി എന്ന നോവലിനാണ് കേട്ടോ. കൃതി ഏതാണ്? ബുദ്ധിനിയാണ്. ബുദ്ധിനി ഒരു നോവലാണ്. 2021 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ബുദ്ധിനി എന്നത് സാറാ ജോസഫിൻ്റെ ഒരു നോവലാണ്. ഓക്കെ ആണല്ലോ. ഇനി 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നമുക്കറിയാം അല്ലേ, സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ്. അതിന് പ്രത്യേകിച്ച് ഒരു കൃതി മെൻഷൻ ചെയ്യാനായിട്ടില്ല. സമഗ്ര സംഭാവനയ്ക്ക് ലഭിക്കുന്ന പുരസ്കാരമാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ SK വസന്തനുമാണ് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ SK വസന്തൻ. ഇനി കേരള ജ്യോതി പുരസ്കാരമാണ്. കേരള സംസ്ഥാന പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. കേരള സംസ്ഥാനത്തിൻ്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് MK സാനുവിനാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം.
2024 കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവർ എന്ന് നമുക്കൊരു ചോദ്യമുണ്ട്. ആരാണ് കേരളപ്രഭ പുരസ്കാരത്തിന് അർഹരായവര്? എസ് സോമനാഥും ഭുവനേശ്വരിയുമാണ്. എസ് സോമനാഥും ഭുവനേശ്വരിയും. 2024 കേരളപ്രഭ പുരസ്കാരം നേടിയവരാണ് എസ് സോമനാഥും ഭുവനേശ്വരിയും. അതോടൊപ്പം നമുക്ക് 2024 കേരളശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളവരെയും കൂടി ഒന്ന് നോക്കാം കേട്ടോ. കലാമണ്ഡലം വിമല മേനോൻ, ഡോക്ടർ TK ജയകുമാർ, നാരായണ ഭട്ടതിരി, സഞ്ജു സാംസൺ, ഷൈജ ബേബി, VK മാത്യു എന്നിവരാണ് കേരളശ്രീ പുരസ്കാരം നേടിയിട്ടുള്ളവർ. 2024 കേരളശ്രീ പുരസ്കാര ജേതാക്കളായിട്ടുള്ള കലാമണ്ഡലം വിമല മേനോൻ, കലയാണ് കേട്ടോ വിഭാഗം, കലാവിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത് ഈ പുരസ്കാരം. ഡോക്ടർ TK ജയകുമാർ ആരോഗ്യ വകുപ്പ്, ആരോഗ്യ വിഭാഗമാണ്. നാരായണ ഭട്ടതിരി കാലിഗ്രഫിയും, സഞ്ജു സാംസൺ കായികം, ഷൈജ ബേബി സാമൂഹ്യ സേവനവും ആശാവർക്കറും, VK മാത്യൂസ് വ്യവസായം വാണിജ്യം എന്നീ മേഖലയിലാണ് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എനിക്ക് 2024 കേരളപ്രഭ പുരസ്കാരം നേടിയ ഡോക്ടർ എസ് സോമനാഥ് ISROയുടെ നിലവിലെ ചെയർമാനാണ്. ഭുവനേശ്വരി ജൈവ കർഷകയുമാണ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. കസാൻ സ്ഥിതി ചെയ്യുന്നത് റഷ്യയിലാണ് കേട്ടോ, റഷ്യയിലാണ്. ബ്രിക്സിന്റെ ആസ്ഥാനം ഷാങ്ഹായ് ആണ്, ഷാങ്ഹായ്. 2009 ബ്രിക്സ് രൂപം കൊണ്ടത്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി ഏതാണ്? റഷ്യ. ഇത് നമുക്ക് അതേപോലെ തന്നെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ, അതോടെ ഒന്ന് നോക്കാം. നോക്കിക്കേ, 2024 ബ്രിക്സ് സമ്മേളനം നടന്നത് എവിടെയാണ്? 2024 ബ്രിക്സിന്റെ സമ്മേളനം നടന്നത് റഷ്യയിലാണ്, റഷ്യ. അപ്പോൾ ഒരു ചോദ്യം കൂടെ നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടി അല്ലേ. നോക്കാം വിശദാംശങ്ങൾ. ബ്രിക്സ് ഉച്ചകോടി 2024 വേദി എവിടെയാണ്? റഷ്യയാണ്. 2024 നടന്നത് 16ാമത് ഉച്ചകോടിയാണ്, 16ാമത് ഉച്ചകോടിയാണ്. 2023 ബ്രിക്സ് സമ്മേളന വേദി എവിടെയാണ്? അത് ജോഹന്നാസ്ബർഗ് ആണ് കേട്ടോ, ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയാണ്, സൗത്ത് ആഫ്രിക്ക. 2023 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ് ആണ്. 2024 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റഷ്യയുമാണ്. 2024 നടന്നത് 16ാമത് ഉച്ചകോടിയാണെന്ന് കൂടി ഓർത്തിരിക്കുക. ഇനി ബ്രിക്സിന്റെ അംഗരാജ്യങ്ങൾ എത്രയാണ്? ബ്രിക്സിന്റെ അംഗരാജ്യങ്ങൾ 10 ആണ് കേട്ടോ, 10. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയാണ് ആദ്യത്തെ 5. അവസാനമായി അംഗങ്ങളായ രാജ്യങ്ങളാണ് ഇറാൻ, സൗദി, UAE, ഈജിപ്റ്റ്, എത്യോപ്യ എന്നിവ. ഓക്കെ ആണോ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അവസാനമായിട്ട് അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ, സൗദി, UAE, ഈജിപ്റ്റ്, എത്യോപ്യ. മൊത്തം ബ്രിക്സിന്റെ അംഗരാജ്യങ്ങൾ 10 ആണ്. ഓക്കെ, ബ്രിക്സ് രൂപീകൃതമായത് 2009 ജൂൺ 16 കേട്ടോ. ബ്രിക്സ് രൂപീകൃതമായത് എന്നാണ്? 2009 ജൂൺ 16. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ISROയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ISRO സ്ഥാപിച്ചത് 1969 ശരിയായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇതിന്റെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്, ബാംഗ്ലൂരിലെ അന്തരീക്ഷ ഭവനാണ്. അപ്പോൾ സ്ഥലം തന്നിരിക്കുന്നത് പാർഷ്യലി തെറ്റായിട്ടാണ് തന്നിട്ടുള്ളത്, അപ്പോൾ അതും തെറ്റാണ്. ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. വിക്രം സാരാഭായി സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. അപ്പോൾ ഏതാണ്? 3ഉം 4ഉമാണ് ശരി. ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസർ. ISRO രൂപീകൃതമായത് 1969 ഓഗസ്റ്റ് 15 കേട്ടോ. 1969 ഓഗസ്റ്റ് 11 അല്ല 15. ഓക്കെ, ആസ്ഥാനം എവിടെയാണ്? അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ. അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ ആണ്, കൊൽക്കത്തയല്ല, ബാംഗ്ലൂർ ആണ്. ഇനി നിലവിലെ ചെയർമാൻ ആരാണ്? നിലവിലെ ചെയർമാൻ എസ് സോമനാഥ് ആണ്, എസ് സോമനാഥ്. ഈ അദ്ദേഹം 10ാമത്തെ ചെയർമാൻ ആണ് കേട്ടോ. ISROയുടെ 10ാമത്തെ ചെയർമാൻ ആണ് എസ് സോമനാഥ്. അതുപോലെ ചെയർമാൻ ആകുന്ന 5ാമത്തെ മലയാളിയുമാണ്, 5ാമത്തെ മലയാളി. അങ്ങനെയാണെങ്കിൽ മറ്റു 4 പേരാരാണ്? അവരാണ് ഇവിടെ കൊടുത്തിട്ടുള്ള MGK മേനോൻ, 1ാമത്തെ
മലയാളിയായിട്ടുള്ള ചെയർമാനാണ് MGK മേനോൻ, ഒന്നാമത്തെ മലയാളിയാണ് കേട്ടോ. ഡോക്ടർ കെ കസ്തൂരിരംഗനാണ് രണ്ടാമത്തെ ആള്. ഡോക്ടർ ജി മാധവൻ നായരാണ് മൂന്നാമത്തെ ആള്. നാലാമതായിട്ട് ഡോക്ടർ കെ രാധാകൃഷ്ണൻ. MGK മേനോൻ, ഡോക്ടർ കെ കസ്തൂരിരംഗൻ, ഡോക്ടർ ജി മാധവൻ നായർ, ഡോക്ടർ കെ രാധാകൃഷ്ണൻ എന്നിവർക്ക് ശേഷം ചെയർമാനാകുന്ന അഞ്ചാമത്തെ മലയാളിയാണ് S സോമനാഥ്. ഇദ്ദേഹം ISROയുടെ 10ാമത്തെ ചെയർമാനാണ്. അതുപോലെ നിലവിലെ ISROയുടെ ചെയർമാനും S സോമനാഥാണ്. ഇനി ISROയെ പറ്റി SCERTയിൽ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യ നിരവധി പര്യവേഷണങ്ങൾ നടത്തി. 1962 ജവഹർലാൽ നെഹ്റുവിൻ്റെയും ശാസ്ത്രജ്ഞനായ വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായത് 1962 അതിനെ തുടർന്ന് 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISROയുടെ രൂപീകരണത്തോടെ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ നേതൃത്വം ഇതിന്റെ കീഴിലായി. തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ്. ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസി, അത് പോട്ടെ ബാക്കി നോക്കാം. വിക്രം സാരാഭായ് ആണവശാസ്ത്ര മേഖലയിലും ബഹിരാകാശ മേഖലയിലും ഒരുപോലെ സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് വിക്രം സാരാഭായി. കേംബ്രിഡ്ജിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി ഇന്ത്യയിലെത്തിയ അദ്ദേഹം അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ഫിസിക്സ് പ്രൊഫസറും ഡയറക്ടറുമായി. തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം തുടങ്ങിയവയുടെ ശില്പി വിക്രം സാരാഭായി ആണ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്ന് പേര് നൽകി. VSSC. ഓക്കെ, അപ്പൊ നമ്മളെ സ്റ്റേറ്റ്മെന്റ്സ് കണ്ടല്ലോ. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു. അപ്പൊ കണ്ടല്ലോ, ഇതവിടെ 1962 ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO രൂപീകൃതമായി. 1975 ആര്യഭട്ട വിജയകരമായി വിക്ഷേപിച്ചു. വിക്രം സാരാഭായിയുടെ പേരിലാണ് തുമ്പയിലെ ബഹിരാകാശ കേന്ദ്രം ഉള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആ ചോദ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം, 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. പാലക്കാടും ചേലക്കരയുമാണ് ഉത്തരം വരുന്നത്. നിയമസഭാ മണ്ഡലം. ലോകസഭാ മണ്ഡലം വയനാട് കൂടിയാണ്. നമുക്കൊന്ന് നോക്കാം. 2024 നവംബറിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിന്റെ വിജയി രാഹുൽ മാങ്കൂട്ടത്തിൽ. ചേലക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വിജയി UR പ്രദീപാണ്. വയനാട് ലോകസഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുമാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലം വിജയി രാഹുൽ മാങ്കൂട്ടത്തിൽ, ചേലക്കര നിയമസഭാ മണ്ഡലം UR പ്രദീപ്, വയനാട് ലോകസഭാ മണ്ഡലം പ്രിയങ്ക ഗാന്ധി. ഇനി കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ആരാണ്? കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ നോക്കാം. റോഷി അഗസ്റ്റിൻ ജലവിഭവം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി, ഭൂഗർഭം, ജലവിതരണവും ശുചീകരണവും, ഇവ മൂന്നും തന്നെ ഇദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിലാണ്. മണ്ഡലം ഏതാണ്? റോഷി അഗസ്റ്റിന്റെ മണ്ഡലം ഇടുക്കിയാണ് കേട്ടോ. ഇടുക്കിയാണ് റോഷി അഗസ്റ്റിന്റെ മണ്ഡലം. ജലവിഭവം, കമാൻഡ് ഏരിയ ഡെവലപ്മെന്റ് അതോറിറ്റി, ഭൂഗർഭജലം, ജലവിതരണവും ശുചീകരണവും. മണ്ഡലം ഏതാണ്? റോഷി അഗസ്റ്റിന്റെ മണ്ഡലം ഇടുക്കിയും കൂടിയാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അടുത്ത പരീക്ഷയ്ക്കായിട്ട് നല്ലപോലെ തയ്യാറെടുക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.